എല്ലാവർക്കും. ഞാനിപ്പോൾ ഒന്ന് റെഡി ആവാൻ വേണ്ടി പോവാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാം. വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഫുഡ് ഉണ്ടെങ്കിലും ഒരു ശനി വരുന്നെങ്കിൽ ഞാനോ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം പോലെയാണ് വീട്ടിലെല്ലാവർക്കും. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഭയാനകമായിരുന്ന കാഴ്ചയായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഫുള്ള് തിരക്കായിരുന്നു. ഒരൊറ്റ സീറ്റ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലാം ഫുള്ളായിട്ടിരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു നമ്മളോട്, നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം നല്ല ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ വൈകുന്നേരമായിട്ടും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8-8:30 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള ടേബിൾ അവർ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെനു കാർഡ് ചെക്ക് ചെയ്യലാണ്. അപ്പോൾ ചൈനീസ് മൗറീഷ്യൻ കുഷീനാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പേരുകളും നമുക്ക് ഫെമിലിയർ ഇല്ലാത്ത പേരുകളാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആൾ ചൈനീസ് ഫുഡിൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ്. ആൾക്ക് എല്ലാ പേരുകളും നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ ഒക്ടോബസിനെ നിർത്തി പൊരിച്ചത്, നിർത്താതെ പൊരിച്ചതും കറി വെച്ചതും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു കേട്ടോ. സ്റ്റാർട്ടറായിട്ട് കണവ ഫ്രൈ, അതായത് സ്ക്വിഡ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി 3 തരത്തിലുള്ള സോസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മയോണൈസ്, പിന്നെ ചില്ലി, പിന്നെ സോസോസ്ലൈ എന്ന് പറയുന്ന ഗാർലിക് സോസ്. അപ്പോൾ ശരിക്കും ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗാർലിക് സോസിന് കടവ ഫ്രൈയുടെ മേലെ ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏകദേശം സ്റ്റാർട്ടർ ഫിനിഷ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സിസ്ലർ ചിക്കൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിഷിനെ അതേപോലെ ആ ചൂടോട് കൂടിയിട്ട് ടേബിളിന്റെ മുകളിൽ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ സിസ്ലർ എന്ന് പറയുന്നത്. പിന്നെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസും മൗറീഷ്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കിഷ്ടമാണ്. നമ്മൾ ചെയ്ത പോലെ മുളകുപൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല അങ്ങനെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് സോസും കുറച്ച് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടോ. സിസ്ലർ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. മൗറീഷ്യൻ ഫ്രൈഡ് റൈസും തായ് ഫ്രൈഡ് റൈസും. തായ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞെങ്കിൽ അത്യാവശ്യം സ്പൈസിയാണ്. മൗറീഷ്യൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര നന്നായില്ല കേട്ടോ. കുറച്ച് കൂടുതൽ കറിവേപ്പിലയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഫുഡ് നല്ല ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ ബാക്കി വന്നതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കി എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.